ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് അഞ്ജിത കെ മനോജ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിവിടെ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി. ഇതില് ഇപ്പൊ പറയാൻ പോകുന്നത് ന്യൂട്രിയൻസ് എന്താണെന്നും പിന്നെ ന്യൂട്രിയൻസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ്. ഇതിനെപ്പറ്റി കഴിഞ്ഞ 2 ദിവസം ക്ലാസ് എടുത്തിരുന്നു. അത് കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ചുരുക്കി ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫുഡിൽ നിന്ന്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അല്ലെങ്കിൽ ഡയറ്റിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് കിട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ഉയർന്ന അളവിൽ വേണ്ടത്. മെയിൻ ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി കൊടുക്കുക, അതായത് ഊർജ്ജം നൽകുക. അതാണ് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഫംഗ്ഷൻ. മൈക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് ആൻഡ് ഫാറ്റ്സ്, പിന്നെ പ്രോട്ടീൻസ്. ഇതിനെപ്പറ്റിയൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിളും ആണ്. അടുത്തത് മൈക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് വൈറ്റമിൻസും മിനറൽസും. ഇതിന് എനർജി കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ അല്ല, പക്ഷെ ഇത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ തോതിലാണ്, ഒരു മൈക്രോഗ്രാം അത്ര മതിയാവും ഒരു ദിവസം. പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് കിട്ടിയേ തീരൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസിന്റെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ RBCയുടെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കണ്ണിന്റെയും ഒക്കെ ആരോഗ്യത്തിനും പിന്നെ ഓരോ അസുഖങ്ങളും ഇൻഫെക്ഷൻസും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടിയേ തീരൂ. ഇത് ചെറിയ അളവിൽ മതി. അതുകൊണ്ടാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പേര് വന്നത്. ചെറിയ ഒരു മൈക്രോഗ്രാം പെർ ഡേ മതി നമ്മുടെ ശരീരത്തിന്, പക്ഷെ അത് കിട്ടിയേ തീരും. അതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അല്ലാതെ മൈക്രോ ന്യൂട്രിയൻസിന്റെ പോലെ വലിയ അളവിൽ വേണ്ട. ബോഡിയിലെ നോർമൽ മെറ്റാബോളിസം ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻസും മിനറൽസിനും ഒക്കെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത്. അതില് കഴിഞ്ഞ ദിവസം വൈറ്റമിൻസിനെ പറ്റിയാണ് ലാസ്റ്റ് ഡേ വൈറ്റമിൻസിനെ പറ്റിയാണ് ക്ലാസ് എടുത്തത്. അതിൽ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റി ക്ലാസ് എടുത്ത് തീർന്നു. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസും റോളും സോഴ്സസും പിന്നെ എത്ര മൈക്രോഗ്രാം അല്ലെങ്കിൽ RDA പ്രകാരം എന്തുമാത്രം നമ്മൾ പെർ ഡേ ഒരു ദിവസം കഴിക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിലാണ് വൈറ്റമിൻ A, D, E, K വരുന്നത്. ഈ വൈറ്റമിൻസിനെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസും അങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള A, D, E, K ഇത്രയും നമ്മുടെ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ഫാറ്റിൽ മാത്രമേ സൊല്യൂബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന പേര് വന്നേക്കുന്നത്. ഈ വൈറ്റമിൻ A, D, E, K ഇത്തരം വൈറ്റമിൻസിന് അങ്ങനെ പേര് വരാൻ കാരണം അതാണ്. ഫാറ്റിൽ മാത്രമേ സൊല്യൂബിൾ ആവൂ, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ആഡിപ്പോസ് ടിഷ്യൂസിലൊക്കെ ഈ വൈറ്റമിൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻസ് ഇപ്പൊ ഒരു ദിവസം ആ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. കാരണം ഇപ്പൊ ഇത്തിരി എന്താ പറയാ നമ്മുടെ ഫുഡിൽ നിന്ന് ആ വൈറ്റമിൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റമിൻസിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒന്നും കഴിച്ചില്ല, ഈ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല ഈ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. പക്ഷെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ കാര്യം നേരെ തിരിച്ചാണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഇങ്ങനെ വാട്ടറിൽ മാത്രമേ സൊല്യൂബിൾ ആവുള്ളൂ. ഫാറ്റിൽ സൊല്യൂബിൾ ആവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നതാണ് വൈറ്റമിൻ B കോംപ്ലക്സും C വൈറ്റമിനും. ഇത് വാട്ടറിൽ സൊല്യൂബിൾ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ യൂറിൻ എക്സ്ക്രീറ്റ് ആവുന്ന കൂട്ടത്തിൽ അതും നമ്മുടെ ബോഡിയിൽ നിന്ന് ലീച്ചായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഈ വൈറ്റമിൻ B കോംപ്ലക്സും സിയും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെയിലി കൺസപ്ഷൻ, ഡെയിലി നമ്മൾ അതിന്റെ വൈറ്റമിൻ B കോംപ്ലക്സ് അടങ്ങിയ ഫുഡും അതേപോലെ തന്നെ വൈറ്റമിൻ C, അതുകൊണ്ടാണ് ഡെയിലി ഒരു ഫ്രൂട്ട് എങ്കിലും കഴിക്കണം എന്ന് പറയുന്നത്. ഫ്രൂട്ടിൽ വൈറ്റമിൻ C റിച്ച് ആണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി 1 ഫ്രൂട്ട് എങ്കിലും കഴിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ എന്താ പറയാ ബോഡിയിൽ സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് യൂറിൻ എക്സ്ക്രീറ്റ് ആവുന്ന കൂട്ടത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നതാണ് വൈറ്റമിൻ B കോംപ്ലക്സും സിയും. വൈറ്റമിൻ B കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കാരണം ഉണ്ട്. അതിൽ കുറെ വൈറ്റമിൻസ്, വൈറ്റമിൻ B
B1, B2, B3, B5, B6, B7, B9, B12. ഇത്ര ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ഇത് വൈറ്റമിൻ ബി കോംപ്ലക്സും സിയും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബോഡിയുടെ നോർമൽ ഫംഗ്ഷൻ അത്. ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് മോസ്റ്റ്ലി നമ്മുടെ എൻസൈംസ്, ബോഡിയിൽ ധാരാളം എൻസൈംസ് ഉണ്ട്, കോടിക്കണക്കിന് എൻസൈംസ് ഉണ്ട് ബോഡിയിൽ. അതിന്റെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് യൂറിനിലൂടെ മാത്രമല്ല എക്സ്ക്രീറ്റ് ആവുന്ന. ഇപ്പൊ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഇങ്ങനെ കുറെ നേരിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ വെള്ളത്തിലൊക്കെ ലയിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ കുറെ നേരം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സോക്ക് ചെയ്തിടുക, വെള്ളത്തിൽ വിഷാംശം പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സോക്ക് ചെയ്തിടുന്ന പരിപാടി ഉണ്ട്. അതിന്റെ കൂട്ടത്തിലും ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആവാം. പിന്നെ ഓവർ കുക്കിംഗ്, വെള്ളത്തിലിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ വേവിക്കാം, അത് അപ്പോഴൊക്കെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോവാം. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിടില്ലേ, അങ്ങനെ അതിലൂടെ ഒക്കെ എന്താ പറയാ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൊത്തത്തിൽ ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ മെയിൻ സോഴ്സ് ഫ്രൂട്ട്സ് ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാല് ലിവർ, ഈസ്റ്റ്, പിന്നെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യവർഗ്ഗങ്ങൾ, ഗോതമ്പ്, അരി, ഓട്സ്, മില്ലറ്റ്സ്, അതൊക്കെയാണ് സീരിയൽസ് എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. അതൊക്കെയാണ് ഈ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന്റെ, പ്രത്യേകിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മള് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. അതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വൈറ്റമിൻ B1 എന്താണെന്നാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാല് അതിന്റെ വേറൊരു പേരാണ് തൈമിൻ. തൈമിൻ എന്ന് പറയുന്നത് ധാരാളം പ്ലാന്റ്സിലും ആനിമൽ ഫുഡ്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സീരിയൽസ്, പൾസസ്, ലിവർ, ലീൻ മീറ്റ്, ഫിഷ്, എഗ് യോക്ക്, അതിലൊക്കെ തൈമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫുഡില് അതിന്റെ ഒരു കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഫ്രീ തൈമിൻ, അതായത് ഫ്രീ തൈമിൻ ആയിട്ട് കാണാം, അല്ലെങ്കിൽ പൈറോഫോസ്ഫേറ്റ് എസ്റ്ററിന്റെ ഫോമിൽ കാണാം. അങ്ങനെയൊക്കെയാണ് ഫുഡിൽ ഈ തൈമിൻ കാണുന്നത്. അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ പറയുവാണെങ്കിൽ ഈ തൈമിൻ എന്ന് പറയുന്നത് റെഡ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്, ഇൻസൊല്യൂബിൾ ഇൻ ഫാറ്റ് സോൾവെന്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് തൈമിന്റെ സ്റ്റെബിലിറ്റി, അതായത് തൈമിൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ, ഫുഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിലും തൈമിൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ സൾഫർ ഡയോക്സൈഡ്, സൾഫേറ്റ് ഒക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ വരികയാണെങ്കിലും ഇത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ തൈമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ അതിന്റെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡിലൊക്കെ തൈമിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. റോ ആയിട്ടുള്ള ഫിഷറീസ് പ്രൊഡക്റ്റ്, അത് നമ്മുടെ ഹ്യൂമൻസിന് അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും വരുത്തുന്നതല്ല. പിന്നെ തൈമിൻ എന്ന് പറയുന്നത് ഒട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് അല്ല, അതായത് ചൂട് കൂടുമ്പോഴും ഒക്കെ, അതായത് ഓവർ കുക്കിങ്ങിന്റെ ടൈമിലും ഒട്ടും ഹീറ്റ് സ്റ്റേബിൾ അല്ല. അത് നഷ്ടപ്പെട്ട് സ്റ്റേബിൾ അല്ല എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും കെമിക്കല്, അതായത് ഫുഡിലൊക്കെ ഇപ്പൊ സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡിന്റെ കണ്ടന്റ് ഉള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തൈമിന്റെ അളവ് കുറയാനും അത് നഷ്ടപ്പെട്ടു പോകാനും ഉള്ള ചാൻസ് ഉണ്ട്.
പിന്നെ ഈ ഓവറായിട്ടുള്ള കുക്കിങ്, ബേക്കിങ് അതൊക്കെ നടക്കുമ്പോഴും, എക്സസീവ് ആയിട്ടുള്ള കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ നടക്കുമ്പോഴും ഈ ടൈമിന്റെ ലോസ് വളരെയധികം കൂടുതലാണ്. അതായത് ഓവർ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഫ്രീസിങ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ, മീറ്റിന്റെ ഫിഷിന്റെ ഒക്കെ ഫ്രീസിങ്ങിന്റെ ടൈമിലൊക്കെ ഈ തൈമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫുഡിനൊക്കെ ഓവർ ഇങ്ങനെ കുക്ക് ചെയ്യരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തൈമിൻ ഒട്ടും സ്റ്റേബിൾ അല്ല, ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ റോള് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞു ബോഡിയിൽ ധാരാളം എൻസൈംസ് ഉണ്ടെന്ന്. എൻസൈമിന്റെ ഒരു പാർട്ടാണ് കോ എൻസൈം എന്ന് പറയുന്നത്. ഈ കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റമിൻ B1 അഥവാ തൈമിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് തൈമിൻ പൈറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ TPP ഫോം ചെയ്യുന്നു. അത് ഒരു കോ എൻസൈമായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഒരു കോ എൻസൈം ആണ് TPP. അതെന്തിനാന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ്. നമ്മുടെ ഗ്ലൂക്കോസിന്റെ ബയോളജിക്കൽ ഓക്സിഡേഷൻ ഫോം നടക്കുമ്പോഴാണ് പൈറുവേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അതിന്റെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് വേണ്ടിയിട്ട് TPP അഥവാ തൈമിൻ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വേണം. അത് ഒന്നും കൂടെ പറയാൻ മനസ്സിലായില്ലെങ്കിൽ, നമ്മുടെ ഗ്ലൂക്കോസിന്റെ ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് പൈറുവേറ്റ്. ഈ പൈറുവേറ്റിന്റെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് കാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. ആ എൻസൈമിന്റെ കോ എൻസൈമായിട്ട് പ്രവർത്തിക്കുന്ന റോളാണ് ഈ തൈമിനുള്ളത്. തൈമിൻ, അതായത് തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആയിട്ടാണ് ഈ കാർബോക്സിലേസിന്റെ കോ എൻസൈം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ആൽഫ കീറ്റോ ആസിഡ്സിന്റെയും 2 കീറ്റോ ആസിഡ്സിന്റെയും അതെ ഈ ഓക്സിഡേഷന് തൈമിന് ആവശ്യമാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അമിനോ ആസിഡ് മെറ്റാബോളിസത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ കീറ്റോ ആസിഡിന്റെയും 2 കീറ്റോ ആസിഡിന്റെയും ഓക്സിഡേഷന് തൈമിൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, തൈമിൻ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് തൈമിൻ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നത്. ഈ തൈമിൻ പൈറോഫോസ്ഫേറ്റ് കാർബോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ മാത്രമല്ല എൻസൈമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന വേറൊരു എൻസൈമായിട്ടുള്ള ട്രാൻസ്കീറ്റോലേസിന്റെ ഒരു കോ എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നത് തൈമിൻ പൈറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ TPP ആണ്. ഈ ട്രാൻസ്കീറ്റോലേസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഒന്നും കൂടെ പറയാം, തൈമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോ എൻസൈം ആയിട്ട് ആക്കണമെങ്കിൽ ഫസ്റ്റ് ഈ നമ്മുടെ ബോഡിയിൽ എത്തുന്ന തൈമിൻ നമ്മുടെ ബോഡിയിലുള്ള ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആവും. അതാണ് കോ എൻസൈം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ നമ്മുടെ ബോഡിയിലുള്ള ഒരു എൻസൈമാണ് കാർബോക്സിലേസ് എന്ന് പറയുന്നത്. കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ കോ എൻസൈം ആണ് TPP അഥവാ തൈമിൻ പൈറോഫോസ്ഫേറ്റ്. കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഗ്ലൂക്കോസ് മെറ്റാബോളിസം അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ബയോളജിക്കൽ ഓക്സിഡേഷനിലൂടെ ഫോം ചെയ്യുന്ന പൈറുവേറ്റിന്റെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ കോ എൻസൈമാണ് TPP അഥവാ തൈമിൻ പൈറോഫോസ്ഫേറ്റ്. ഈ കാർബോക്സിലേസ് കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള വേറൊരു എൻസൈമാണ് ട്രാൻസ്കീറ്റോലേസ്. ട്രാൻസ്കീറ്റോലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ കോ എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നത് TPP അഥവാ തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആണ്. ഈ ട്രാൻസ്കീറ്റോലേസ് ഏത് ഫംഗ്ഷനിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ട്രാൻസ്കീറ്റോലേസ്. അതിന്റെ കോ എൻസൈമാണ് TPP. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അമിനോ ആസിഡ് മെറ്റാബോളിസത്തിനും തൈമിൻ അത്യാവശ്യമാണ്. അമിനോ ആസിഡ് മെറ്റാബോളിസത്തിലൂടെ ഡിറൈവ് ആവുന്ന ആൽഫ കീറ്റോ ആസിഡ്സിന്റെയും 2 കീറ്റോ ആസിഡ്സിന്റെയും ഓക്സിഡേഷന് തൈമിൻ കൂടിയേ തീരും. അടുത്തത് വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, തൈമിൻ എന്ന് പറയുന്ന ഫ്യൂൽ മോളിക്യൂൾസിൽ നിന്നും എനർജി റിലീസ് ആവാൻ ഈ തൈമിൻ ആവശ്യമാണ്.
പിന്നെ അടുത്തത് ഡെഫിഷ്യൻസി, അതായത് ഈ വൈറ്റമിൻ B1 കുറവ് മൂലം നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, തൈമിന്റെ മെയിൻ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തതാണ് വെർണിക്കസ് എൻസെഫാലോപ്പതി. ഇത് രണ്ടുമാണ് തൈമിൻ വളരെയധികം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ ഉണ്ടാവുന്ന രണ്ട് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. മൈൽഡ് ആയിട്ട് ഈ കാണുന്ന മൈൽഡ് ആയിട്ടുള്ള തൈമിൻ ഡെഫിഷ്യൻസിയിൽ കാണുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫറ്റിക്, അതായത് ക്ഷീണം, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് നമുക്ക് ഇമോഷണൽ ആയിട്ടൊരു സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടാവാതിരിക്കാം, പിന്നെ ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, പിന്നെ റിട്ടാർഡഡ് നോർമൽ ഗ്രോത്ത് കുറയുക, പിന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് വിശപ്പില്ലായ്മ, അതേപോലെ തന്നെ ലെഥാർജി എന്ന് പറഞ്ഞാല് ക്ഷീണം. അതൊക്കെയാണ് മൈൽഡ് ആയിട്ടുള്ള തൈമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. ഈ തൈമിൻ ഡെഫിഷ്യൻസി മെയിൻ ആയിട്ട് വരാനുള്ള കാരണം, അതായത് ഫോർട്ടിഫൈഡ് ഒന്നും അല്ലാത്ത വൈറ്റ് റൈസ്, വെള്ള അരി അല്ലെങ്കിൽ വൈറ്റ് ഫ്ലോർ, മൈദ പോലുള്ളതിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതായത് മറ്റേ ബ്രൗൺ റൈസ് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ സാധാരണ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഒന്നും യൂസ് ചെയ്യാതെ ഈ മൈദയും പിന്നെ വൈറ്റ് റൈസും അല്ലെങ്കിൽ വൈറ്റ് ഫ്ലോർ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ് തൈമിൻ ഡെഫിഷ്യൻസി കാണാനുള്ള ചാൻസ് ഉള്ളത്. ബെർബറി എന്ന് പറയുന്നത് ഒരു സിവിയർ തൈമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അത് ന്യൂറോളജിക്കൽ കാർഡിയോവാസ്കുലർ സിംറ്റംസും അതേപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിലൊക്കെ ഉള്ള ഡിസ്റ്റർബൻസ് ഒക്കെ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിലും തൈമിൻ ഡെഫിഷ്യൻസി വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചായ കൂടുതലായിട്ട് കുടിക്കുന്ന, ഒരു ദിവസം തന്നെ 6, 7, 8 ഗ്ലാസ് ഒക്കെ ചായ കുടിക്കുന്ന ആൾക്കാരിലും തൈമിൻ ഡെഫിഷ്യൻസി കാണാറുണ്ട്. കാരണം ടീയിലുള്ള ഒരു കോമ്പൗണ്ട് തൈമിൻ ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് തൈമിന്റെ അബ്സോർപ്ഷനും ഒക്കെ തടയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചായ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും തൈമിൻ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് RD ആണ്, അതായത് നമ്മൾ ഒരു ദിവസം എത്ര അളവിൽ നമ്മുടെ ബോഡിയിൽ തൈമിൻ ചെല്ലണം അല്ലെങ്കിൽ എത്ര അളവിൽ വേണം എന്നൊക്കെയാണ് RD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൽസിനാണെങ്കിൽ 1.2 to 1.5 mg/day ആണ്. അതേപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ 1 to 1.2 mg/day ആണ്. പിന്നെ ഈ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും അഡീഷണൽ ഓഫ് 0.3 mg ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഫീമെയിൽസിൽ ഇപ്പൊ പറഞ്ഞല്ലോ 1 to 1.2 ആണ്, അതിലും 0.3 അഡീഷണൽ ആയിട്ട് കഴിക്കണം ലാക്ടേറ്റിംഗ് പ്രഗ്നൻസിയിലുള്ള ഫീമെയിൽസ്. അടുത്തത് പറയാൻ പോകുന്നത് വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലേവിൻ. വൈറ്റമിൻ B2ന്റെ വേറൊരു പേരാണ് റൈബോഫ്ലേവിൻ എന്നുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സും ആനിമൽ ഫുഡ്സിലും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, സ്മോൾ എമൗണ്ടിൽ ആണെങ്കിൽ പോലും കാണുന്നതാണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഫുഡ്സിൽ. ഡയറ്ററി സോഴ്സസ്, അതായത് ഡയറി പ്രൊഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് റൈബോഫ്ലേവിന്റെ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, ചീസ് അതേപോലെയുള്ളവ. പിന്നെ ലിവർ, എഗ്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ റൈബോഫ്ലേവിന്റെ റിച്ച് സോഴ്സ് ആണ്. പിന്നെ ഡ്രൈഡ് ഈസ്റ്റും വേറൊരു റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് റൈബോഫ്ലേവിൻ ആണ്. പിന്നെ പൾസസിലും ലീൻ മീറ്റിലും ഒക്കെ കുറഞ്ഞ അളവിൽ റൈബോഫ്ലേവിൻ കാണുന്നുണ്ട്. റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞാല് ഒരു വൈറ്റമിൻ ആണ്. അതേപോലെ തന്നെ ഒരു അതിന്റെ സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യെല്ലോ ഫ്ലൂറസെന്റ് പിഗ്മെന്റ്സിന്റെ സ്ട്രക്ചറിലാണ് കാണുന്നത് റൈബോഫ്ലേവിൻ. അതായത് ഫ്ലേവിൻസ് എന്ന് പറയുന്ന യെല്ലോ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള പിഗ്മെന്റിന്റെ ഗ്രൂപ്പിലാണ് ഈ റൈബോഫ്ലേവിനും ബിലോങ് ചെയ്യുന്നത് കാണപ്പെടുന്ന. ഈ റൈബോഫ്ലേവിന്റെ കളർ എന്താന്ന് വെച്ചാല് ഓറഞ്ച് യെല്ലോ ഇൻ കളറാണ്.
ഇതിന് എന്തെങ്കിലും റിഡക്ഷൻ റിയാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ഓറഞ്ച് യെല്ലോ കളറൊക്കെ മാറി അത് കളർലെസ് ഫോമിലേക്ക് മാറും. ഇത് വാട്ടർ സൊല്യൂബിൾ ആണെങ്കിൽ പോലും തൈമിൻ പറഞ്ഞില്ലേ വൈറ്റമിൻ B1 അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവാണ് ഇതിന്റെ സൊല്യൂബിലിറ്റി വാട്ടറിൽ. പക്ഷെ ഇത് ഹീറ്റും പിന്നെ ആസിഡ് ആൻഡ് ന്യൂട്രൽ മീഡിയയുടെ ഒക്കെ സ്റ്റേബിൾ ആണ്. തൈമിനെക്കാട്ടിലും സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിന് റൈബോഫ്ലേവിന്. പക്ഷെ അതായത് ആസിഡിലും ന്യൂട്രൽ മീഡിയയിലും ഒക്കെ സ്റ്റേബിൾ ആണ്, ഹീറ്റിലും സ്റ്റേബിൾ ആണ്. പക്ഷെ ആൽക്കലൈൻ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഇത് ഡിസ്ട്രോയിഡ് ആയി പോവും. റൈബോഫ്ലേവിൻ കാണത്തില്ല, അത് നശിച്ചു പോവും. ഇത് ഹീറ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വാട്ടറിലും സൊല്യൂബിലിറ്റി കുറവാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിലും ബാക്കി ഫുഡിന്റെ പ്രോസസ്സിങ്ങിലും ഒക്കെ ഇത് ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസും കുറവാണ്. ചില സമയത്ത് നമ്മൾ ഫുഡ് പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ റൈബോഫ്ലേവിൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും. ഈ ഫുഡിലുള്ള വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലേവിൻ നഷ്ടപ്പെട്ടു പോവാൻ കാരണമാവുന്ന ഒരു വസ്തുവാണ് ബേക്കിംഗ് സോഡ. അതുകൊണ്ട് ബേക്കിംഗ് സോഡ പരമാവധി കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. കാരണം വൈറ്റമിൻ B2 നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നോർമൽ ആയിട്ടുള്ള കുക്കിങ്ങിലും അതേപോലെ തന്നെ ആസിഡ് അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയയിലൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു ഇത് ആൽക്കലൈൻ മീഡിയയില് ഇത് സ്റ്റേബിൾ അല്ല. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാന്ന് പറയുന്നത്. പക്ഷെ ഹീറ്റ് സ്റ്റേബിൾ ഒക്കെ ആണെങ്കിലും ലൈറ്റിന്റെ എക്സ്പോഷർ വരുമ്പോൾ റൈബോഫ്ലേവിൻ ലോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ റോൾ അല്ലെങ്കിൽ ഫങ്ഷൻ ആണ്. മെയിൻലി റൈബോഫ്ലേവിൻ ഫ്രീ ഫോമിലാണ് ഫുഡിലൊക്കെ കാണുന്നത്. പക്ഷെ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ എത്തി നമ്മുടെ ബോഡിയിൽ അത് അബ്സോർബ് ആവണമെങ്കിൽ അത് ഫോസ്ഫോറിലേറ്റഡ് ആവണം, എങ്കിലേ അതിന് പെട്ടെന്ന് അബ്സോർബ് ആവാൻ പറ്റത്തുള്ളൂ. അതായത് ഓൺ കമ്പൈനിങ് വിത്ത് ഫോസ്ഫോറിക് ആസിഡ് ഇതെന്താ ഒരു രണ്ട് ഫ്ലേവിൻ കോഎൻസൈമിന്റെ പാർട്ട് ആവും. അതായത് ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡും അല്ലെങ്കിൽ FMN ഫ്ലേവിൻ അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് FAD ആയിട്ട് മാറും. ഫോസ്ഫോറിലേറ്റ് ചെയ്യും ഫോസ്ഫോറിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു റൈബോഫ്ലേവിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫ്ലേവിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിന്റെ ഇതിലാണ് സ്ട്രക്ചറിലാണ് കാണുന്നത്, അതിന്റെ ഫാമിലിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ എത്തി ഫോസ്ഫോറിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് 2 ഫ്ലേവിൻ കോഎൻസൈം ആയിട്ടാണ് മാറുന്നത്. ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ FMN ഫ്ലേവിൻ അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡും ഇത് ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുന്നത്, FMN FAD. ഈ രണ്ട് കോഎൻസൈംസും നമ്മുടെ ബോഡിയിലുള്ള ഫ്ലേവോ പ്രോട്ടീൻ എൻസൈംസും ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ സെൽസിലുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒക്കെ കാറ്റലൈസ് ചെയ്യുക, സ്പീഡപ്പ് ചെയ്യുക, കാറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻസൈംസ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഈ രണ്ട് കോഎൻസൈംസ് വേണം, ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡും ഫ്ലേവിൻ അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡും FMN FAD. ഈ രണ്ട് കോഎൻസൈം ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ റൈബോഫ്ലേവിൻ എത്തി റൈബോഫ്ലേവിൻ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് ചേർന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ രണ്ട് കോഎൻസൈം ഫോം ചെയ്യുള്ളൂ. ഈ രണ്ട് കോഎൻസൈം ഫോം ചെയ്താലേ നമ്മുടെ ബോഡിയിലുള്ള എൻസൈമായ ഫ്ലേവോ പ്രോട്ടീൻ എൻസൈം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഎൻസൈം ആയിട്ടുള്ള FADയും FMNും ഫോം ചെയ്യുള്ളൂ. അത് അങ്ങനെ കോഎൻസൈം ഫോം ചെയ്താൽ മാത്രമേ ഈ എൻസൈമിന് ഫംഗ്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ സെൽസിലൊക്കെ നടക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാലുള്ള ഡെഫിഷ്യൻസി ഡിസീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കീലോസിസ്, ഗ്ലോസൈറ്റിസ് അതൊക്കെയാണ് ഡെഫിഷ്യൻസി ഡിസീസിൽ വരുന്നത്.
പിന്നെ ഇതിന്റെ വേറൊരു റോൾ എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, പിന്നെ ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, പിന്നെ അതേപോലെ തന്നെ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസ്, തൈറോയിഡ് എൻസൈം റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി. ഇതൊക്കെയാണ് വേറൊരു റോൾ എന്ന് പറയുന്നത്. മുമ്പേ ഫങ്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഈ ഡെഫിഷ്യൻസി വന്നാൽ ഈ ഫംഗ്ഷൻ ഒക്കെ തടസ്സപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ കോർട്ടിക്കോസ്റ്റെറോയിഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ RBCയുടെ ഫോർമേഷൻ കുറഞ്ഞു പോകും. പിന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മെറ്റീരിയൽസിൽ നിന്നും നമുക്ക് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ ബോഡിക്ക്. അതിന്റെ അങ്ങനെയുള്ള ഗ്ലൂക്കോസിന്റെ സിന്തസിസും കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽ അല്ലാത്ത കോമ്പൗണ്ടിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ഒക്കെ കുറഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് എൻസൈം അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞു പോകും ഈ തൈറോയ്ഡ് ഡെഫിഷ്യൻസി വന്നാല്. പിന്നെന്താ പറയാ, ലിപ്സ് ഒക്കെ ഇങ്ങനെ റെഡ് ഉണ്ടാവുക, പിന്നെ ക്രാക്സ് ഒക്കെ വീഴാം, പിന്നെ ഈ മൗത്തിന്റെ കോർണേഴ്സിലൊക്കെ ഇങ്ങനെ ക്രാക്സ് ഒക്കെ വീഴാം. അതൊക്കെയാണ് കീലോസിസ് എന്ന് പറയുന്നത്. ഈ റെഡിന്റെ ചുമന്ന നാക്കൊക്കെ ഇങ്ങനെ ചുമന്ന് വരാം, അതിനാണ് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ നാക്കൊക്കെ തടിച്ച് സൊള്ളനായിട്ട് അതേപോലെ തന്നെ ഐ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഇച്ചിങ്, ബേണിങ്, ലാക്രിമേഷൻ, ഡിംനസ്, കാഴ്ചക്കുറവ്, കാറ്ററാക്ട്, തിമിരം, അതൊക്കെ ഈ റൈബോഫ്ലേവിന്റെ ഡെഫിഷ്യൻസി കാരണം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, അതൊക്കെ റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി കാരണം വരാനുള്ള ചാൻസ് ഉണ്ട്. അത്രയൊക്കെയാണ് ഡെഫിഷ്യൻസിയിൽ പറയാനുള്ളത്. പിന്നെ RDA, അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഐസിഎംആർ റെക്കമെൻഡ് ചെയ്യുന്ന അളവ് എത്രയാന്ന് വെച്ചാല് മെയിൽസിനാണെങ്കിൽ 1.5 to 1.8 mg ആണ്. ഇനി ഫീമെയിൽസിനാണെങ്കിൽ 1.1 to 1.4 mg per day ആണ്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഫീമെയിൽസ് അഡീഷണൽ 0.3 mg റൈബോഫ്ലേവിൻ അടങ്ങിയ ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ അതായത് റൈബോഫ്ലേവിൻ അടങ്ങിയ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അഡീഷണൽ 0.3 mg നമ്മുടെ ബോഡിയിൽ വേണം. അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്താണെങ്കിൽ 0.5 mg അഡീഷണൽ ആണ് വേണ്ടത്. അത്രയാണ് ഐസിഎംആർ റെക്കമെൻഡ് ചെയ്യുന്ന RDA. അടുത്തത് ഇനി പറയാൻ പോകുന്നത് വൈറ്റമിൻ B3 അഥവാ നയാസിനെ പറ്റിയിട്ടാണ്. വൈറ്റമിൻ B3യുടെ വേറൊരു പേരാണ് നയാസിൻ. നയാസിൻ ഇൻക്ലൂഡ് ബോത്ത് നിക്കോട്ടിനിക് ആസിഡ് ആൻഡ് നിക്കോട്ടിനമൈഡ്. ഇത് രണ്ടും വൈറ്റമിൻ B3 അഥവാ നയാസിന്റെ ഒരു നാച്ചുറൽ ഫോം ആണ്. നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറഞ്ഞാലും നിക്കോട്ടിനമൈഡ് എന്ന് പറഞ്ഞാലും. മെയിൻ ആയിട്ട് ഇതിന്റെ സോഴ്സസ് എന്ന് പറഞ്ഞാല് ലീൻ മീറ്റ്, ഈസ്റ്റ്, ഫിഷ്, പൗൾട്രി, ഗ്രൗണ്ട് നട്ട്സ്, പൾസസ്, ഹോൾ ഗ്രെയിൻസ്, സീരിയൽസ്, അതൊക്കെയാണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഇത് കുറവാണ് പൊതുവെ. പിന്നെ ഈ ഈ എന്താ പറയാ നോൺ വെജ് ഐറ്റംസിൽ നിന്ന് അല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ്, പൾസസ് ആദ്യ ഫുഡിൽ നിന്ന് അല്ലാതെ തന്നെ നമ്മുടെ ബോഡിക്ക് നയാസിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ബാക്ടീരിയാസ്, ഇൻഡസ്റ്റൈനൽ ഫ്ലോറയിൽ കാണുന്ന ബാക്ടീരിയാസിന് വൈറ്റമിൻ B3 അഥവാ നയാസിൻ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഞാൻ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ട്രിപ്റ്റോഫാനിന് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയാസിന് നയാസിൻ അഥവാ വൈറ്റമിൻ B3 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫുഡിൽ നിന്ന് ഉള്ള നയാസിന്റെ അളവ് കുറഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ ട്രിപ്റ്റോഫാനെ നമ്മുടെ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, നയാസിൻ ആക്കി മാറ്റും. നയാസിനും തൈമിനെ പോലെ അല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നയാസിൻ എന്ന് പറഞ്ഞാലും.
റെസിസ്റ്റന്റ് ടു ഹീറ്റ്, ലൈറ്റ്, ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ് നയാസിൻ എന്ന് പറഞ്ഞാലും പെട്ടെന്നൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. പക്ഷെ ട്രിമ്മിങ്, ലീച്ചിങ്, അതായത് വെള്ളത്തിൽ കുറെ നേരം ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടാല് അതൊക്കെ ലീച്ചായി ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണല്ലോ, അതുകൊണ്ട്. ഇത് ഈ വൈറ്റമിൻ B3യുടെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി എല്ലാ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും കോഎൻസൈമിന്റെ ആക്റ്റീവ് പാർട്ട് ആവുക എന്നുള്ളതാണ്. കോഎൻസൈമായിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ നയാസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ട് ഓഫ് ദി കോഎൻസൈം ആണ്. മെയിൻലി ബയോളജിക്കൽ ഓക്സിഡേഷന് സഹായിക്കുന്ന എൻസൈംസിന്റെ കോഎൻസൈമായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റമിൻ B3യുടെ മെയിൻ ഫംഗ്ഷൻ. ഇത് ഈ നയാസിൻ എന്ന് പറയുന്നത് രണ്ട് കോഎൻസൈംസിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒന്ന് നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ് അഥവാ NAD, അതേപോലെ തന്നെ നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് NADP. ഈ രണ്ട് കോഎൻസൈമിന്റെയും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നയാസിൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, രണ്ട് കോഎൻസൈമിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് രണ്ടും ബയോളജിക്കൽ ഓക്സിഡേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഏതൊക്കെ കോഎൻസൈം എന്ന് പറഞ്ഞാലും NAD അഥവാ നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ്, അടുത്തത് NADP നിക്കോട്ടിനമൈഡ് അഡനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. NADP-നെ നമുക്ക് പിരിഡിൻ ന്യൂക്ലിയോടൈഡ്സ് എന്നും പറയാം. ഈ രണ്ടെണ്ണത്തിനും കൂടെ നമുക്ക് പിരിഡിൻ ന്യൂക്ലിയോടൈഡ്സ് എന്നും പറയാം. മെയിൻലി നമ്മുടെ നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഈ 3 ന്യൂട്രിയൻസിൽ നിന്നും എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന റിയാക്ഷൻസിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫാറ്റിന്റെ സിന്തസിസിനുള്ള റിയാക്ഷനിലും നയാസിൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ കോഎൻസൈംസ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് റിയാക്ഷനിലും ഈ കോഎൻസൈംസ് NADയും NADPയും ആവശ്യമാണ്. ഞാൻ പറഞ്ഞു ട്രിപ്റ്റോഫാനിൽ നിന്ന് നമുക്ക് നയാസിൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി അത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രിപ്റ്റോഫാന് നയാസിൻ സ്പെയറിംഗ് ആക്ഷൻ ആണുള്ളത്. ഒരു 60 മൈക്രോഗ്രാം ഓഫ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് 1 mg ഓഫ് നയാസിൻ ആണ്. നമ്മുടെ ബോഡിയിൽ 60 mg ഓഫ് ട്രിപ്റ്റോഫാൻ ഉണ്ടെങ്കിൽ അത് 1 mg ഓഫ് നയാസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ ആണ്, 1 mg ഓഫ് നയാസിൻ ഈക്വൽ ആണ് 60 mg ഓഫ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാല് പെലാഗ്ര ആണ്. അതേപോലെ തന്നെ ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡയറിയ, അതായത് D3. അതാണ് നയാസിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പോരാത്തതിന് വീക്ക്നെസ് ഉണ്ടാവാം, ഇൻഡൈജഷൻ ഉണ്ടാവാം, മൗത്തിലും ടങ്ങിലൊക്കെ അൾസർ ഉണ്ടാവാം. അതൊക്കെ എന്താണ് ഈ നയാസിന്റെ ഡെഫിഷ്യൻസി ആണ്. അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ നയാസിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന ഡിസീസസ് ആണ്. മെയിൻ ആയിട്ട് പെലാഗ്രിയം, D3 അഥവാ ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡയറിയ, അതാണ് നയാസിൻ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ B5 ആണ്, അഥവാ പാൻഡോതെനിക് ആസിഡ്. പാൻഡോതെനിക് ആസിഡിനെയാണ് വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ കാണും. സീരിയൽസ് ആൻഡ് പൾസസ് ആണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിൽക്കിലുണ്ട്. ആനിമൽ ഫുഡ്സിലും റിച്ച് ആണ് പാൻഡോതെനിക് ആസിഡ്. നയാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിലുള്ള ബാക്ടീരിയാസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന്. അതേപോലെ തന്നെയാണ് ഈ പാൻഡോതെനിക് ആസിഡിന്റെ കേസിലും ഈ വൈറ്റമിൻ B5ഉം നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോഫ്ലോറ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിലുള്ള ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ബാക്ടീരിയാസിനെ അത് പാൻഡോതെനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B5 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള
കപ്പാസിറ്റി ഉണ്ട്. ഈ ഡ്രൈ ഫോമിലാണ് പാൻറ്റോത്തനിക് ആസിഡ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. പിന്നെ pH 4 to 7 പാൻറ്റോത്തനിക് ആസിഡ് സ്റ്റേബിൾ ആണ്. പക്ഷെ ഹീറ്റ് അല്ലെങ്കിൽ ആൽക്കലി കാരണം ഇത് ഡീകമ്പോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂട്രൽ സൊല്യൂഷനിൽ പക്ഷെ ഈ പാൻറ്റോത്തനിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B5 സ്റ്റേബിൾ ആണ്. ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് പാൻറ്റോത്തനിക് ആസിഡിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് കോഎൻസൈം എയുടെ കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ കോഎൻസൈം എയുടെ കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അതിന്റെ മെയിൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റിയാക്ഷനിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് അസൈലേഷൻ റിയാക്ഷനിലാണ് കോഎൻസൈം എ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ കോഎൻസൈം എയുടെ കമ്പോണന്റ് ആണ് പാൻറ്റോത്തനിക് ആസിഡ്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിന്റെ റിയാക്ഷനിലൊക്കെ പാൻറ്റോത്തനിക് ആസിഡ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് സിന്തസിസ്, നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ, പിന്നെ അതേപോലെ തന്നെ ഫാറ്റി ആസിഡ്സിന്റെ സിന്തസിസിനും ഡീഗ്രഡേഷനും പാൻറ്റോത്തനിക് ആസിഡ് കൂടിയേ തീരും. അതിന്റെ റിയാക്ഷനൊക്കെ പാൻറ്റോത്തനിക് ആസിഡ് വേണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സിന്റെ ഒക്കെ സിന്തസിസിനും പാൻറ്റോത്തനിക് ആസിഡ് വേണം. ഈ പാൻറ്റോത്തനിക് ആസിഡിന്റെ മെയിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാല് പെയിൻ ആൻഡ് സെൻസേഷൻ ഇൻ ആംസ് ആൻഡ് ലെഗ്സ് ആണ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, അതേപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ഉള്ള വേദന, സെൻസേഷൻ, നോസിയ, അതായത് വോമിറ്റിംഗ് ടെൻഡൻസി, ഇൻഡൈജഷൻ, ദഹിക്കാതിരിക്കുക, അതൊക്കെയാണ് പാൻറ്റോത്തനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പൾസൊക്കെ റൈസ് ആവാം, പൾസൊക്കെ കൂടുക, അതേപോലെ തന്നെ അറ്റാക്ക്, പിന്നെ നമ്മുടെ ബോഡി ഇൻഫെക്ഷനെതിരെ പൊരുതാതിരിക്കുക, ഇൻഫെക്ഷന് സസ്പെക്റ്റബിൾ ആവുക, അതായത് ഇൻഫെക്ഷനെ കീഴടങ്ങുക, അതൊക്കെ ഈ പാൻറ്റോത്തനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നതാണ്. ഇനി RDA എന്ന് പറഞ്ഞാല് 4 to 7 mg ആണ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് 4 to 7 mg ആണ്. പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഇത്രയും കൂടെ കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രം. അതിപ്പോ ഏത് വൈറ്റമിൻസിന് ആണെങ്കിലും പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും കുറച്ചും കൂടെ അളവ് കൂടണം. അടുത്തത് പറയാൻ പോകുന്നത് വൈറ്റമിൻ B6 പറ്റിയിട്ടാണ്. വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ ആണ് വൈറ്റമിൻ B6 എന്ന് പറയുന്നത്. 3 കെമിക്കൽ ഫോമില് പിരിഡോക്സിനെ കാണാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് വൺ പിരിഡോക്സിൻ, അടുത്തത് പിരിഡോക്സൽ, അടുത്തത് പിരിഡോക്സമൈൻ. ഈ 3 സ്ട്രക്ചറൽ ഫോമിലാണ് B6 കാണാൻ സാധിക്കുന്നത്. ഈ പ്ലാന്റ്സ് ആൻഡ് അനിമൽ ഫുഡ്സിലൊക്കെ വൈറ്റമിൻ B6 റിച്ച് ആണ്. ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് ആണ്, ലിവർ, പിന്നെ വെജിറ്റബിൾസിലും സീരിയൽസിലും ഒക്കെ കുറഞ്ഞ അളവിൽ കാണുന്നുണ്ട്. ഈ 3 സ്ട്രക്ചറൽ കോമ്പൗണ്ട് പറഞ്ഞെങ്കിലും അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് പിരിഡോക്സിൻ ആണ്. ഈ പിരിഡോക്സിൻ ആണ് ഈ ഫുഡിന്റെ ഒക്കെ ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഫുഡില് ആ വൈറ്റമിൻസ് ഇല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അതിനാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ആസിഡ് മീഡിയത്തിൽ സ്റ്റേബിൾ ആണ്, പക്ഷെ ആൽക്കലി മീഡിയത്തിൽ സ്റ്റെബിലിറ്റി കുറവാണ്, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. പക്ഷെ ലൈറ്റിന്റെ എക്സ്പോഷർ വരുമ്പോൾ അത് അൺസ്റ്റേബിൾ ആണ്. ഇതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ സെൽസിലൊക്കെ പിരിഡോക്സൽ ഫോസ്ഫേറ്റ്, അതിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആയിട്ടാണ് പിരിഡോക്സിൻ കാണുന്നത്. പിരിഡോക്സൽ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ PLP, ആ ഫോമില, അതാണ് അതിന്റെ പിരിഡോക്സിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സെൽസിലൊക്കെ കാണുന്നത്.
അതർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ധാരാളം എൻസൈംസിന്റെ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുക. ഈ മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ, ഫാറ്റിന്റെ, പ്രോട്ടീന്റെ ഒക്കെ മെറ്റാബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ധാരാളം എൻസൈംസിന്റെ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസമിനേഷൻ, ഡീഅമിനേഷൻ, ഡീസൾഫറേഷൻ, ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിലൊക്കെ ഇത് ഈ എൻസൈം അല്ല, ഈ വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞോ, ട്രിപ്റ്റോഫാനിനെ നയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B3 ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ട്രിപ്റ്റോഫാനെ നയാസിൻ ആക്കി മാറ്റണമെങ്കിൽ പോലും ഒരു എൻസൈം ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ എൻസൈമിന്റെ കോഫാക്ടർ ആയിട്ട് മാറ്റി ചെയ്യുന്നത് ഈ പിരിഡോക്സിൻ ആണ്. അതേപോലെ തന്നെ ഗ്ലൈക്കജൻ, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അഥവാ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ ഗ്ലൈക്കജന്റെ ഫോമിലാണ് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ എന്താ ചെയ്യാം, നമ്മുടെ ബോഡി ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അങ്ങനെയുള്ള റിയാക്ഷനില് ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റണമെങ്കിൽ പോലും നമ്മുടെ വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കൂടിയേ തീരും. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതൊക്കെയാണെന്ന് വെച്ചാല്, ഡിസീസ് ആയിട്ടല്ല, മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവാം, കൺവല്യൂഷൻസ്, ലോസ് ഓഫ് വെയിറ്റ് കുറയുക, ഡിപ്രഷൻ, അതേപോലെ തന്നെ അബ്ഡമിനൽ ഡിസ്ട്രെസ്, വയറിന് അബ്ഡമിന്റെ ഭാഗത്ത് നിന്നും ഒരു സുഖമില്ലാത്ത അവസ്ഥ, പിന്നെ വോമിറ്റിംഗ്, ഹൈപ്പർ ഇറിറ്റബിലിറ്റി, അതൊക്കെയാണ് വൈറ്റമിൻ B6ന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്, ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിന്റെ RDA എന്ന് പറയുന്നത് 1.6 to 2 mg per day ആണ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഇനി പ്രഗ്നൻസിയുടെയും ലാക്ടേറ്റിന്റെയും കേസിൽ അഡീഷണൽ ഓഫ് 2.5 mg per day റിക്വയർ ആണ്, വേണം. അടുത്തത് വൈറ്റമിൻ B7 രണ്ട് പേരുണ്ട്, ബയോട്ടിനും വൈറ്റമിൻ H. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ ആണ്. ബയോട്ടിനും ആനിമൽ ഫുഡ്സിലും പ്ലാന്റ് ഫുഡ്സിലും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മെയിൻ ഗുഡ് സോഴ്സ് എന്ന് പറയുന്നത് ലിവർ, കിഡ്നി, എഗ് യോക്ക്, ഗ്രൗണ്ട് നട്ട്സ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ് ബയോട്ടിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ സീരിയൽസും ഫ്രൂട്ട്സിലും ഒന്നും അധികം വൈറ്റമിൻ H അല്ലെങ്കിൽ വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ ഇല്ല, കുറവാണ്. അതേപോലെ തന്നെ ബയോട്ടിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു സൾഫർ കണ്ടെയ്നിങ് വൈറ്റമിൻ ആണ്, വാട്ടർ സൊല്യൂബിൾ ആണ്, ഹീറ്റുമായിട്ട് സ്റ്റേബിൾ ആണ്. പക്ഷെ ഹീറ്റും ലൈറ്റുമായിട്ട് സ്റ്റേബിൾ ആണ്, പക്ഷെ ആസിഡും ആൽക്കലിയുമായിട്ട് ഇത് സ്റ്റേബിൾ അല്ല. പിന്നെ ഇതിന്റെ ഒരു ഒപ്റ്റിമം pH എന്ന് പറയുന്നത് 5 to 8 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സ്ട്രക്ചറിൽ സൾഫർ ഉണ്ട്, സൾഫർ കണ്ടെയ്നിങ് വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു ഓക്സിഡേഷന് സസ്പെക്റ്റബിൾ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിന്റെ ഇനി മെയിൻ റോൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല്, ബാക്കി എല്ലാ വൈറ്റമിൻസിനെ പോലെ കോഎൻസൈം ആയിട്ട് പ്രവർത്തിക്കുക. അതാണ് സെവറൽ കാർബോക്സിലേറ്റിംഗ് എൻസൈം അല്ലെങ്കിൽ കാർബോക്സിലേസസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഒക്കെ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ബയോട്ടിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു മെയിൻ റോൾ എന്ന് പറഞ്ഞാല് മെറ്റാബോളിസം ഓഫ് ബോത്ത് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും മെറ്റാബോളിസത്തിനും ഈ വൈറ്റമിൻ കൂടിയേ തീരും. ഇനി അടുത്തത് ഇതിന്റെ ഡെഫിഷ്യൻസി. ഇത് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ ഉണ്ടാവുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് അനോറക്സിയ, അതേപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി, മെന്റൽ ഡിപ്രഷൻ മെന്റലി ഡിപ്രസ്ഡ് ആയി പോവുക, അതേപോലെ തന്നെ ഡ്രൈ സ്കെയിലി ഡെർമറ്റൈറ്റിസ്, സ്കിന്നിന്റെ ഇഷ്യൂസ് ഒക്കെ. അതാണ് ഇതിന്റെ മെയിൻ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത്രയാണ് വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H നെ പറ്റി പറയാനുള്ളത്. അടുത്തത്
വൈറ്റമിൻ B9, ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9ന്റെ വേറൊരു പേരാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിനെ ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ വിളിക്കുന്നത് ഫോളാസിൻ എന്നാണ്. ഇതിന്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഈസ്റ്റ്, കിഡ്നി, ലിവർ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ മെയിൻലി സ്പിനാച്ച്, ചീര, അസ്പാരഗസ്, ബ്രൊക്കോളി, അതൊക്കെയാണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ഫോളിക് ആസിഡ് ആണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ അതേപോലെ ഡ്രൈഡ് ബീൻസും ഹോൾ വീറ്റ് ബ്രെഡ് ഒക്കെ ഗുഡ് സോഴ്സ് ആണ്. പിന്നെ പ്രോസസ്ഡ് മിൽക്ക്, ഹൈലി മിൽഡ് സീരിയൽസ്, കുറെ ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ടുള്ള ധാന്യവർഗ്ഗങ്ങള്, പിന്നെ മിൽക്ക്, പാല്, അതേപോലെ തന്നെ എഗ്, റൂട്ട് വെജിറ്റബിൾസ്, അതായത് മണ്ണിനടിയിൽ ഉണ്ടാവുന്ന വെജിറ്റബിൾസ്, ചേന, ചേമ്പ്, കാച്ചില്, അത് പോലുള്ള വെജിറ്റബിൾസ്. പിന്നെ ഫ്രൂട്ട്സിലൊക്കെ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. ഈ ഫോളിക് ആസിഡ് ബിലോങ് ചെയ്യുന്ന ഒരു സെവറൽ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ടെറിൻസ് എന്ന് പറയുന്നത്. ആ ടെറിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിലാണ് ഫോളിക് ആസിഡും ബിലോങ് ചെയ്യുന്നത്. ഇനി അടുത്തത് അതിന്റെ റോളാണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിലെ ഫോളിക് ആസിഡ് അബ്സോർബ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് മെനി ആക്റ്റീവ് കോഎൻസൈമിന്റെ ഫോമില് കൺവേർട്ട് ആവും. മെയിൻ ആയിട്ട് ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് അതിന്റെ ഫോമിലാണ് കൺവേർട്ട് ആവുന്നത്. അത് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് കോഎൻസൈം ആണ്. അടുത്തത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സെൽ ഡിവിഷൻ, അതേപോലെ തന്നെ പ്രോട്ടീന്റെ ഒക്കെ ഉൽപാദനം, പ്രോട്ടീൻ സിന്തസിസ്, ഇതാണ് ഫോളിക് ആസിഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇതിന്റെ ഡെഫിഷ്യൻസി, രോഗാവസ്ഥ. ഫോളിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാലുള്ള രോഗാവസ്ഥ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. പിന്നെ അതേപോലെ തന്നെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് ഓഫ് അനീമിയ ആണ്. വേറെ ഡിസീസ് എന്ന് പറഞ്ഞാല് പ്യുവർ ഗ്രോത്ത്, പിന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ കാണാം. പിന്നെ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസ്റ്റർബൻസസ്, നമ്മുടെ വയറിലൊക്കെ ഒരു ഡിസ്റ്റർബൻസസ്, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനൊക്കെ ഒരു ഡിസ്റ്റർബൻസസ്, അതായത് രോഗം ഉണ്ടാവാം. അതേപോലെ തന്നെ മെറ്റാബോളിക് ഡിഅറേഞ്ച്മെന്റ് ഒക്കെ വരിക. അതൊക്കെയാണ് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിലും മൈക്രോസിറ്റിക് അനീമിയ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ വൈറ്റമിൻസ് കൂടിയേ തീരും. ഈ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണ് ഒന്ന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. പിന്നെ പ്രഗ്നൻസിയിലെ മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാവാതിരിക്കണമെങ്കിലും, കുട്ടിക്ക് അനീമിയ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിലും ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറ്റമിൻ B9 എന്ന് പറയുന്ന വിറ്റാമിൻ കൂടിയേ തീരും. അതേപോലെ തന്നെ പെർനീഷ്യസ് അനീമിയ പക്ഷെ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണെങ്കിൽ പോലും ഈ പെർനീഷ്യസ് അനീമിയ മാറണമെങ്കിൽ എന്താ ഫോളിക് ആസിഡിന്റെ പ്രസൻസ് വേണം. അതുകൊണ്ട് പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണെങ്കിലും ഫോളിക് ആസിഡിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുത്തെങ്കിൽ മാത്രമേ പെർനീഷ്യസ് അനീമിയ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ഡിസീസാണ് ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ഡിസീസാണ് ബിഫിഡോസ്പൈന എന്ന് പറയുന്നത്. കാരണം ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഫീറ്റസിനെയാണ് ബാധിക്കുന്നത്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന പ്രകാരം ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ഒന്നും എടുത്തില്ലെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ യൂട്രസിൽ ഉള്ള കുട്ടിക്ക് സ്പൈനൽ കോഡിന് തകരാറ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 months നിർബന്ധമായിട്ടും ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് 3 months ആണ് കുട്ടിയുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ബിഫിഡോസ്പൈന
കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് സ്പൈനൽ കോഡിന്റെ തകരാറ്. ഇനി റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ RDA എത്രയാണെന്ന് നോക്കാം. 400 mg per day ആണ് അഡൾട്ട്സിന്. ബോത്ത് ഫീമെയിൽസിനും അതേപോലെ തന്നെ മെയിൽസിനും RDA എന്ന് പറയാം. ഫോളിക് ആസിഡിന്റെ RDA 400 mg per day ആണ്. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വിമന് 800 mg per ഡേയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വിമൻസിന്, ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വിമൻസിന് 500 mg per ഡേയും ആണ് വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡിന്റെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. ഇനി നമ്മള് ലാസ്റ്റ് വൈറ്റമിൻ B കോംപ്ലക്സ് ഗ്രൂപ്പിൽ അടങ്ങുന്ന വൈറ്റമിനാണ് നോക്കാൻ പോകുന്നത്. അതാണ് വൈറ്റമിൻ B12 അഥവാ കൊബാലമൈൻ. കൊബാലമൈൻ എന്നാണ് വൈറ്റമിൻ B12ന്റെ വേറൊരു പേര്. ഇതാണ് മോസ്റ്റ് കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ സ്ട്രക്ചറാണ്. ഇതിന് കൊബാലമൈൻ എന്ന് പേര് വരാൻ കാരണം ഇതിന്റെ കോംപ്ലക്സ് കോർഡിനേഷൻ വിത്ത് കൊബാൾട്ട്, സ്ട്രക്ചറിലുള്ള കോംപ്ലക്സ് കോർഡിനേഷൻ വിത്ത് കൊബാൾട്ട് കാരണമാണ് ഇതിന് കൊബാലമൈൻ, വൈറ്റമിൻ B12ന് കൊബാലമൈൻ എന്ന് പേര് വരാനുള്ള കാരണം. സെവറൽ ഡിഫറെന്റ് കൊബാലമൈൻ കോമ്പൗണ്ട്സ് വൈറ്റമിൻ B12 ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ചില കൊബാലമൈൻ കോമ്പൗണ്ട്സ് ഒക്കെ ന്യൂട്രീഷണലി ഇനാക്റ്റീവ് ആണ്. വൈറ്റമിൻ B12 മെയിൻ ആയിട്ട് ആനിമൽ പ്രോട്ടീൻസിലാണ്, ആനിമൽ ഫുഡ്സിലാണ് കാണുന്നത്. പ്ലാന്റ് സോഴ്സിൽ വൈറ്റമിൻ B12 വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ലിവർ, കിഡ്നി, മീറ്റ് പ്രൊഡക്ട്സിൽ ലിവർ, കിഡ്നി ഒക്കെയാണ് വൈറ്റമിൻ B12ന്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. അതേപോലെ തന്നെ മിൽക്ക്, മസിൽ മീറ്റ്, ചീസ്, എഗ്സ്, സീ ഫുഡ്സ് അതൊക്കെ ഈ വൈറ്റമിന്റെ ഗുഡ് സോഴ്സ് ആണ്. There is no vitamin B12 in plant products, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ലെൻറ്റിൽസ് അല്ലെങ്കിൽ പൾസസ്, അതിലൊന്നും വൈറ്റമിൻ B12ന്റെ സോഴ്സ് അല്ല. അതൊന്നും വൈറ്റമിൻ B12ന്റെ സോഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 സഫിഷ്യന്റ് ആയിട്ട് അവരുടെ ഡയറ്റിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്. പക്ഷെ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിന് ഇത് സിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വെജിറ്റേറിയൻസ് കുറെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിന് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കൊബാലമൈൻ അല്ലെങ്കിൽ വൈറ്റമിൻ B12ന്റെ ഹ്യൂമൻ റിക്വയർമെന്റ്സും വെരി ലോ ആണ്. ഇതും അൺസ്റ്റേബിൾ ആണ് ഹീറ്റിനോട്. പ്രോസസ്സിങ് ഒക്കെ കാരണം ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ മിൽക്ക് തന്നെ പാസ്ചറൈസ് ചെയ്യുകയാണെങ്കിൽ മിൽക്കിൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പാസ്ചറൈസേഷന്റെ സമയത്ത്, അതായത് പ്രോസസ്സിങ് ഓഫ് മിൽക്കിന്റെ സമയത്ത് 40 to 90% ഓഫ് വൈറ്റമിൻ B12 നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എവാപ്പറേറ്റഡ് മിൽക്കിന്റെ ഒക്കെ പ്രിപ്പറേഷനിൽ 40 to 90% നഷ്ടപ്പെട്ടു പോകും. പാസ്ചറൈസേഷന്റെ സമയത്ത് 10%, എവാപ്പറേറ്റഡ് മിൽക്കിന്റെ പ്രിപ്പറേഷന്റെ സമയത്താണ് 40 to 9% നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. – 46 pH വരെ ഇത് സ്റ്റേബിൾ ആണ്. ഈ വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു റെഡ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പോർഫയറിംഗ് സ്ട്രക്ചർ ആണ്. കൊബാൾട്ടിന്റെ പ്രസൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കൊബാലമൈൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മെയിൻ റോള് എന്തൊക്കെയാണെന്ന് വെച്ചാല്, കൊബാലമൈന്റെ മെയിൻ റോള് മെറ്റാബോളിസം ഓഫ് ഓൾ സെൽസ്, എല്ലാ സെൽസിന്റെ മെറ്റാബോളിസത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. പിന്നെ RBCയുടെ പ്രൊഡക്ഷൻ ഒക്കെ ഈ വൈറ്റമിൻ B12 വേണം. പിന്നെ അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ മെറ്റാബോളിസം ഓഫ് ഓൾ സെൽസ് മെയിൻലി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിലും ബോൺ മാരയിലും നെർവസ് ടിഷ്യൂസിലും ഒക്കെ ഉള്ള
സെൽസിന്റെ മെറ്റാബോളിസത്തിനും അതിന്റെ നോർമൽ ഫങ്ഷനിനുമാണ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ കൊബാലമൈൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ അതിന്റെ ഗ്രോത്തിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്സ് ആണ്. മീഥൈൽ ഗ്രൂപ്പ്സിന്റെ ഒക്കെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും കൊബാലമൈൻ ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ സിന്തസിസ് ഓഫ് പോളിഗ്ലൂട്ടാമൈൻ ഫോംസ് ഓഫ് PGA. ഈ PGAയുടെ പോളിഗ്ലൂട്ടാമൈൻ ഫോംസിന്റെ സിന്തസിസിനും കൊബാലമൈൻ ആവശ്യമാണ്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. ഫസ്റ്റ് വൺ പെർനീഷ്യസ് അനീമിയ ആണ്. പെർനീഷ്യസ് അനീമിയ ഈ വൈറ്റമിൻ B12 അല്ലെങ്കിൽ കൊബാലമൈൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖം ആണെങ്കിൽ പോലും ഫോളിക് ആസിഡിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഫോളിക് ആസിഡിന്റെ അളവും കൂടെ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ മാത്രമേ ഈ പെർനീഷ്യസ് അനീമിയ നമുക്ക് ക്യൂർ ചെയ്യാൻ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC എൻലാർജ് ആവും, പക്ഷെ അത് മച്ചുവർ ആവൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്, ഡിക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പൈനൽ കോഡിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഡീജനറേറ്റീവ് ഡിസീസസ് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. പാരാലിസിസ് സംഭവിക്കാൻ, തളർന്നു പോവുക, ശരീരമൊക്കെ തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. വീക്ക്നെസ്, ക്ഷീണം, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കാരണം. പിന്നെ അതേപോലെ തന്നെ സെൻസറി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ B12ന്റെ RDA റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് 3 mg ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആണ്. ലാസ്റ്റ് ഇത്രയാണ് വൈറ്റമിൻ B കോംപ്ലക്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. വൈറ്റമിൻ B കോംപ്ലക്സിൽ ഇഷ്ടംപോലെ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. അതായത് B1, B2, B3, B5, B6, B7, B9, B12 ഇത്രയും ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വൈറ്റമിൻ B കോംപ്ലക്സ്. അതിന്റെ ഫങ്ഷൻസും പിന്നെ RDAയും ഡെഫിഷ്യൻസി ഡിസീസസും പിന്നെ എവിടെയൊക്കെയാണ് അതിന്റെ സോഴ്സസും ഒക്കെയാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്ന വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ C. വൈറ്റമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ടാണ് ഡെയിലി 1 ഫ്രൂട്ട് എങ്കിലും വെച്ചിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. മെയിൻലി സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, നാരങ്ങ, അതേപോലെ തന്നെ ഗുവയും വൈറ്റമിൻ സിയുടെ റിച്ചസ്റ്റ് സോഴ്സ് ആണ്. ബെറീസ്, ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങയില ഒരു വണ്ടർഫുൾ സോഴ്സ് ആണ് വൈറ്റമിൻ സിയുടെ. പിന്നെ ടൊമാറ്റോസ്, ഇത്രയൊക്കെ വൈറ്റമിൻ സിയുടെ ഒരു റിച്ചസ്റ്റ് സോഴ്സ് ആണ്. പക്ഷെ മിൽക്ക്, എഗ്, മീറ്റ്, പോൾട്രി ഇതിലൊന്നും വളരെ കുറച്ച് അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം വൈറ്റമിൻ സി. അപ്പൊ നമുക്ക് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. മെയിൻലി സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ലെമൺ, അതൊക്കെയാണ് സിട്രസ് ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ പേരക്ക അഥവാ ഗുവ റിച്ചസ്റ്റ് സോഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈലി സ്യൂരബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. പക്ഷെ ഉള്ള വൈറ്റമിൻസിൽ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. ഇത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോവും. പിന്നെ പെട്ടെന്ന് ഓക്സിഡേഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റുമായിട്ട് എക്സ്പോഷർ നടക്കുമ്പോൾ തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഫുഡ് ഇങ്ങനെ ചൂടാക്കി കഴിക്കരുത് എന്ന് പറയുന്നത്. കാരണം അതിലുള്ള വൈറ്റമിൻ സി ഒക്കെ ചൂട് തട്ടുമ്പോൾ തന്നെ ആവിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹെക്സോ സ്ട്രക്ചർ ആണ്. ഈ വൈറ്റമിൻ സി വാട്ടറിൽ സൊല്യൂബിൾ ആയതുകൊണ്ടും പിന്നെ ഈസിലി ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കൊണ്ടും കുക്കിങ്ങിലും പിന്നെ ഫുഡിന്റെ ഫർദർ പ്രോസസ്സിങ്ങിലും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തത് ഇതിന്റെ റോളാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ മെയിൻ ബയോകെമിക്കൽ ഫംഗ്ഷൻ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഓവറായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ ഏതൊക്കെയാന്ന് വെച്ചാൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാം. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് സ്കാവഞ്ചർ ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് നമ്മൾ പല റിയാക്ഷൻസ് ഒക്കെ കൊണ്ട്
നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഒരു നല്ല കോമ്പൗണ്ട് അല്ല, നമുക്ക് ദോഷം ചെയ്യുന്ന കോമ്പൗണ്ടാണ്. ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഫ്രീ റാഡിക്കൽസ് കാരണം. അതുകൊണ്ട് ഈ ഫ്രീ റാഡിക്കൽസിനൊക്കെ നശിപ്പിക്കുന്ന, ഡിസ്ട്രോ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്സിനെ വിളിക്കുന്നതാണ് ആന്റി ഓക്സിഡന്റ് എന്ന്. ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ട് വൈറ്റമിൻ സിക്ക്, കപ്പാസിറ്റി ഉണ്ട് വൈറ്റമിൻ സിക്ക് അഥവാ അസ്കോർബിക് ആസിഡിന്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ബോഡിയിലുള്ള അമിനോ ആസിഡ്സിന്റെ ഒക്കെ മെറ്റാബോളിസം. അതായത് മെയിൻ ആയിട്ട് ടൈറോസിൻ പോലുള്ള അമിനോ ആസിഡ്സിന്റെ മെറ്റാബോളിസം, പിന്നെ ഫോളിക് ആസിഡ് ഞാൻ പറഞ്ഞു, വൈറ്റമിൻ B9 മെറ്റാബോളിസം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് ആയിട്ടുള്ള എപ്പിനെഫ്രിന്റെ സിന്തസിസിന് വൈറ്റമിൻ സി കൂടിയത് തീരും. അതേപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻസിൽ നിന്ന് ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റെറോയിഡ്സിന്റെ പ്രൊഡക്ഷനും വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് വേണം. ഇത്രയാണ് ഇപ്പൊ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിൽ വൈറ്റമിൻ സിയുടെ കണ്ടുപിടിച്ചതിൽ വൈറ്റമിൻ സിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഈ വൈറ്റമിൻ സി കുറഞ്ഞാലുള്ള നമ്മുടെ രോഗലക്ഷണങ്ങളെ പറ്റി, ഡെഫിഷ്യൻസി ഡിസീസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് സ്കർവിയാണ്. സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ്. ഇതെന്ന് പറയുന്നത് ഒരു ഫെറ്റൽ ഡിസീസ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള കൊളാജനൊക്കെ കൊളാജൻ സ്ട്രക്ചറിനൊക്കെ വീക്കൺ ചെയ്തിട്ടാണ് ഈ സ്കർവി എന്ന് പറയുന്ന ഡിസീസ് ഡെവലപ്പ് ആവുന്നത്. അതേപോലെ തന്നെ വേറൊരു സിംറ്റം എന്ന് പറയുന്നത് വീക്ക്നസ്, പിന്നെ സൊള്ളൻ ആൻഡ് ഇൻഫ്ലെയിംഡ്, ഇങ്ങനെ ഗംസ് മോണക്കൊക്കെ നീർവീക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ സൊള്ളനായിട്ടിരിക്കുക. അതേപോലെ തന്നെ പല്ലൊക്കെ ലൂസണിങ് ഓഫ് ടീത്ത്, പല്ലിനൊക്കെ ഒരു ബലമില്ലാത്ത അവസ്ഥ. പിന്നെ ബോണിനും ജോയിന്റിനും ഒക്കെ വരുന്ന ഡിസീസ്, അതൊക്കെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അയണിന്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന അയണിനെ അബ്സോർബ് ചെയ്യുള്ളൂ. ഇതിന്റെ മെയിൻ RDA എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് 60 mg ഫോർ അഡൾട്ട് ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ആണ്. ചിൽഡ്രൻസിന്റെ കേസിലാണെങ്കിൽ 45 mg പെർ ഡേ ആണ്. ഇതിന്റെ ടോക്സിസിറ്റി ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലാർജ് ഡോസസ് ഓഫ് അസ്കോർബിക് ആസിഡും നോൺ ടോക്സിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ എക്സ്ക്രീറ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓവർ ഡോസ് ആരുടെയും ശരീരത്തിൽ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ പ്രോട്ടീൻ കൺസപ്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ സി ഈസ് നോട്ട് റെക്കമെൻഡഡ് വിത്തൗട്ട് മെഡിക്കൽ അഡ്വൈസ്. പ്രോട്ടീൻ ആയിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ സി കൺസംഷൻ മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ എടുത്തുകൂടാ. ഇത്രയൊക്കെയാണ് വൈറ്റമിൻസിനെ പറ്റി പറയാനുള്ളത്. ഈ ക്ലാസ്സിലും പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലും വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വൈറ്റമിൻസ് എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞു. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റിയിട്ട് ഇന്ന് ഫുള്ള് ക്ലാസ് എടുത്തു. കഴിഞ്ഞ ദിവസം ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടും ക്ലാസ് എടുത്തിരുന്നു. അതിന്റെ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.